നമസ്കാരം, വെൽക്കം all of you. അതെ, ഭയങ്കര ചൂടുകാലല്ലേ? ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് കുടിക്കാനാ കൊതി വരിക ഈ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോ? നാരങ്ങ വെള്ളം അല്ലേ? ഓക്കെ, പിന്നെ കരിപ്പെട്ടി ജ്യൂസ്. ശരി, മോര് പിന്നീട് ഈ പനന്നൊങ്കൊക്കെ കൂടെ ഇട്ടിട്ട് ഒരു സാധനം. പനങ്കള്ള് പനം കള്ളല്ല അല്ല, അവിടെ പറഞ്ഞു നറുകണ്ടിയോ? വൃത്തിയോട് പറഞ്ഞല്ലോ അവിടെ ഇരുന്നിട്ട്. എന്റെ ചെന്നൈയിൽ എന്താ ചെയ്യാ ചേച്ചി? കീരണിപ്പഴം എന്ന് പറഞ്ഞൊരു പഴയില്ല, യെല്ലോ കളറിലൊരു റൗണ്ട് യെല്ലോ കളറിലാണ്. ഹണി ഡ്യൂ മെലൻ എന്നാണോ പറയുന്നത്? ഒരു മഞ്ഞ കളറില് വാട്ടർമെലന്റെ വേറൊരു സംതിങ് പംകിൻ. അത് ഇട്ടിട്ട് ഈ നമ്മുടെ വഴുക്കെടുക്കില്ലേ, കരിക്കെടുക്കില്ല, അതുപോലെ പനന്നൊങ്ങിന്റെ ഇതിട്ട് മിക്സ് ചെയ്ത്. അടിപൊളി. ഇനി നേരെ മുകളിലുള്ള അമ്മമാരുടെ അടുത്ത് ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു കാര്യം എന്താ? ലക്ഷ്മി, ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? എനിക്ക് അറിഞ്ഞൂടെ, ഒന്ന് പോയി. എനിക്കറിയില്ല എന്താ പറയാ? അല്ല, ഞാൻ ഒരു വൈബ് കൊടുക്കട്ടെ, ഒരു എനർജി. പാട്ട് കേൾക്കണ്ടേ? വേണ്ട, ചൂടുകാലത്ത് ചൂടാക്കരുത്. അല്ല, ബിനീഷ് ബാസ് പാട്ട് പാട്ട് 40 ഡിഗ്രി ചൂടിന് ഇനിയിപ്പോ വീണ്ടും ചൂടായി. അനക്കോട്ടാവും. ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇയാൾ എന്തിനാ ഈ പ്രോഗ്രാമിന് വന്നത്? അപ്പൊ പാടാല. ഇത് പാട്ടല്ല, ഇത് നമ്മളെ ഓഡിയൻസിന് കൊടുക്കുന്ന ഒരു ശിക്ഷയായിട്ട് ഇത് കണക്കാക്കാണ്. അപ്പൊ ആയിരിക്കും. ഓക്കെ, ആദ്യ രാവിലെ തന്നെ പാട്ട് പാടാം നമുക്ക്. ആദ്യ രാവിലെ ഓഡിയൻസ് കോറസ് പറഞ്ഞോട്ടാ. ഈ പാട്ട് കേട്ടിട്ട് കോറസ് അല്ല ടോറസ് കയറ്റാൻ സാധ്യതയുണ്ട്. അതിരാവിലെ പല്ല് തേച്ച് കുളിച്ച് ഞങ്ങൾ പുറത്തു പോകുമേ. അതിരാവിലെ പല്ല് തേച്ച് കുളിച്ച് ഞങ്ങൾ പുറത്തു പോകുമേ. ദോശ കഴിക്കണോ അപ്പം കഴിക്കണോ, പാലും കുട്ടി പുട്ടടിച്ച് പണിക്ക് പോകുമേ. ദോശ കഴിക്കണോ അപ്പം കഴിക്കണോ, പാലും കുട്ടി പുട്ടടിച്ച് പണിക്ക് പോകുമേ. അതിരാവിലെ പല്ല് തേച്ച് കുളിച്ച് ഞങ്ങൾ പുറത്തു പോകുമേ. അതിരാവിലെ പല്ല് തേച്ച് കുളിച്ച് ഞങ്ങൾ പുറത്തു പോകുമേ. തേങ്ങ വാങ്ങണോ മാങ്ങ വാങ്ങണോ, കല്ലിലിട്ട് അരച്ചെടുത്ത് ചോറ് തിന്നണോ. തേങ്ങ വാങ്ങണോ മാങ്ങ വാങ്ങണോ, കല്ലിലിട്ട് അരച്ചെടുത്ത് ചോറ് തിന്നണോ. അതിരാവിലെ പല്ല് തേച്ച് കുളിച്ച് ഞങ്ങൾ പുറത്തു പോകുമേ. അതിരാവിലെ പല്ല് തേച്ച് കുളിച്ച് ഞങ്ങൾ പുറത്തു പോകുമേ. കാറിൽ പോകണോ ബൈക്കിൽ പോകണോ, ബ്രേക്ക് പോയ സൈക്കിളുള്ള ചേട്ടൻ പോകുമോ. കാറിൽ പോകണോ ബൈക്കിൽ പോകണോ, ബ്രേക്ക് പോയ സൈക്കിളുള്ള ചേട്ടൻ പോകുമോ. അതിരാവിലെ പല്ല് തേച്ച് കുളിച്ച് ഞങ്ങൾ പുറത്തു പോകുമേ. അതിരാവിലെ പല്ല് തേച്ച് കുളിച്ച് ഞങ്ങൾ പുറത്തു പോകുമേ. ചിട്ടി കൂടണോ ഊട്ടി പോകണോ, ചിട്ടി പൊട്ടി ഊട്ടിയായി പെട്ടുപോകുമേ. ചിട്ടി കൂടുമോ ഊട്ടി പോകുമോ, ചിട്ടി പൊട്ടി ഊട്ടിയായി പുറത്തു പോകുമേ. അതിരാവിലെ പല്ല് തേച്ച് കുളിച്ച് ഞങ്ങൾ പുറത്തു പോകുമേ. അതിരാവിലെ പല്ല് തേച്ച് കുളിച്ച് ഞങ്ങൾ പുറത്തു പോകുമേ. ഇത് കേട്ടിട്ട് ഞങ്ങൾക്കാണ് പുറത്തു പോകാൻ തോന്നുന്നത്. അമ്മച്ചി, ഈ ബിനീഷിന്റെ പേരിൽ എന്നോട് ക്ഷമിക്കണം, എന്നെ വീട്ടിൽ കയറ്റായിരിക്കരുത്. റഹ്മാൻ സാറിന്റെ ഓഫീസിൽ നിന്നാണ്. സാറിന് സംസാരിക്കണം, ഒന്ന് ഹോൾഡ് ചെയ്യണം കേട്ടോ. പിന്നെ ഹോൾഡ് ആണ്, ഒന്ന് ഹോൾഡ് ചെയ്യും. ടീമെ സന്തോഷിക്കാം. ഗോഡ് ലൈഫ് 2 വരുന്നുണ്ടെങ്കിലോ? അതവൻ അറിഞ്ഞൂടാ. ആ മരുഭൂമി കൊണ്ട് തള്ളാനാ. ആരെന്ത് പറഞ്ഞാലും ഞാൻ പാടും എന്ന് വിചാരിച്ചു പാടി. ആ ധൈര്യം ഇഷ്ടമായി. ശരി, പിന്നെ ഒരു കാര്യമുണ്ട്. അതിനേക്കാൾ ധൈര്യം ആ കോറസ് പാടിയ ടീമിനാണ്. അങ്ങനെയല്ല, ഒരു ഫ്രണ്ടിനെ സഹായിക്കാനുള്ള നല്ല മനസ്സ് അപ്രീഷിയേറ്റ് ചെയ്യും. ഒന്നുമല്ല ചേച്ചി, ഞങ്ങളിത് പാടിയില്ലെങ്കിൽ പിന്നെ പിണക്കമായി, കരച്ചിലായി, മിണ്ടാതിരിക്കുക, ഇതൊക്കെയാ. പിന്നെ നമ്മള് 5 വർഷമായിട്ട് പുള്ളി എടുത്തു വെച്ചു. അതെ, ആ മനസ്സിനെ വേദനിപ്പിക്കാൻ തോന്നില്ല. നല്ലതാ. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ ലക്ഷ്മി, ഈ കുട്ടികൾ നമുക്ക് നല്ലൊരു ഡാൻസ് ഇൻട്രോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. സീരിയസ്ലി അവരെ ഒന്ന് നമ്മള് ഈ കളിമണ്ണ് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, പക്ഷെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വെറും ചട്ട് ഡാൻസ് ആണ് ഗൈസ്. ചട്ട് ഡാൻസ്. സോ വെൽക്കം ടു ദ ചട്ട് ഡാൻസ്.
സ്റ്റാർ മാജിക്. റഹ്മാൻജി എന്നെ എന്തെങ്കിലും ചെയ്യ്. മോനെ ഹോൾഡ് ചെയ്യണം, മോനെ ഹോൾഡ് ചെയ്യ് കുറച്ചു നേരം ഹോൾഡ് ചെയ്യ്. അയ്യോ ഇന്ന് ഒരു ദിവസത്തേക്ക് കംപ്ലീറ്റ് അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ആത്മാർത്ഥമായിട്ട് പറയണം. അപ്പൊ സാധാരണ നമ്മൾ കേൾക്കുന്ന ഡപ്പാങ്കൂത്തുകളൊന്നും ഇട്ടുകൊടുത്തവര് കളിക്കും. ആത്മാർത്ഥമായിട്ട് പറയണ, ഒരാള് പോലും സ്റ്റെപ്പ് തെറ്റിച്ചിട്ടില്ല. ചേച്ചി അതെടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? അത് പതിവല്ലേ. ഒരാളും തെറ്റിച്ചിട്ടില്ല. ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, എനിക്ക് അറിഞ്ഞോളൂ ഞാൻ ചോദിക്കാം. ഈ പുള്ളി ഇതിന് എന്നെ നോക്കുന്നത്, എന്റെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. വായി നോക്കിയതുകൊണ്ട്. അപ്പൊ സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി ഗെയിമിലേക്ക് പോവാണ്. കൊടവും കലവും ഒക്കെ വെച്ചിട്ട് ഇവരുടെ ഡാൻസിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ സ്റ്റാർ മാജിക്കില് ഉറിയടിയുടെ ഒരു ന്യൂജൻ വേർഷനിലേക്ക് നമ്മൾ പോവാണ്. ആൻഡ് ദാറ്റ് ഈസ് കൊടം കുലുക്കി. കുടം കുലുക്കി എന്ന് പറഞ്ഞ ഈ ഒരു ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 2 ടീമിൽ നിന്നും ഓരോ മെമ്പേഴ്സ് വരും. അപ്പം ഈ ഒരു ട്രാക്കിന്റെ മുകളിൽ ഒരു ടീം ഒന്ന് കയറിയിരിക്കുക, ഒരു മെമ്പർ കയറിയിരിക്കുക, ചമ്രം പടിഞ്ഞതിന് ശേഷം നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് വെച്ചിട്ട് കണ്ണ് അവരുടെ മൂടും. അതിനുശേഷം ഒരു ഹെൽമെറ്റ് കൊടുക്കും. അതിനുശേഷം ഉറിയടിക്കാനുള്ള ഒരു വടിയും നമ്മൾ കൊടുക്കും. അത് കഴിഞ്ഞ് ഇവിടെ വേറെ അവരുടെ തന്നെ ഒരു ടീം മെമ്പർ വന്നതിന് ശേഷം ഈ ട്രോളി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്രാക്കിലേക്ക് ആക്കി അവർ ഉന്തി കൊടുക്കുകയാണ് ചെയ്യുക, പുഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ആ സമയത്ത് ആ ഒരു ബാലൻസിൽ ഒരു പോണ പൊക്കിൽ എത്രയോളം ഇവർക്ക് ഉറിയടിക്കാൻ പറ്റും അത്രയും ഉറിയടിച്ചിടണം. ഏറ്റവും ആദ്യം കംപ്ലീറ്റ് തീർക്കുന്ന ടീമായിരിക്കും ജയിക്കാൻ പോകുന്നത്. വലിക്കുക, പുഷ് ചെയ്യുക, അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ കൊടം കുലുക്കി. യെസ്, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. നിങ്ങൾ ഈ കലമായിട്ട് കേസ് അടിക്കാൻ പറയണം. ദേവി തല നേരെ വെക്കൂ. വെരി ഗുഡ്. സൂപ്പർ. ശരണ്യക്ക് 1 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. നന്നായിട്ട് നല്ല ഫോഴ്സിനടിക്ക്. Good job. അടുത്ത് അടിച്ചോ, നല്ല ഫോഴ്സിനടിക്ക്. വെരി ഗുഡ്. അയ്യോ, അവിടെ തല്ലിപ്പൊട്ടിക്കാണ്. അയ്യോ, അവിടെ അടിയോടടിയാണ്. അടി 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 അടി. എടാ ഫോഴ്സ് നല്ല അടി കൊടുക്ക്. പതുക്കത്തൽ 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 അങ്ങനെ വരച്ച വരച്ച വരച്ച. One more, ശരണ്യ. ആ കൊച്ചു തല്ലുകാരിയായിരുന്നല്ലേ?
ടൈം ഇസ് ഓവർ. ഗുഡ് ജോബ്. രണ്ടുപേരും നന്നായിട്ട് കളിച്ചു. സ്പെഷ്യൽ മെൻഷൻ ടു ശരണ്യ കേട്ടോ. ശരണ്യ ആക്ച്വലി 1, 2, 3 മൂന്നെണ്ണം കംപ്ലീറ്റ്ലി പൊട്ടിച്ചിരിക്കുകയാണ്. ആകെ ഒരെണ്ണം മാത്രം ബാക്കി. സോ ഈ ഒരു റൗണ്ട് കഴിയുമ്പോ 3 പോയിന്റ്സ് കിട്ടിയിട്ടുള്ളത് ശരണ്യക്കാണ്. ഗുഡ് ജോബ് തങ്കു ആൻറ്റി. സെക്കൻഡ് റൗണ്ടിലേക്ക് നമ്മൾ പോവാണ്. ഫസ്റ്റ് റൗണ്ടിൽ ജയിച്ചിട്ടുള്ളത് തങ്കുവിന്റെ ടീമാണ്. സെക്കൻഡ് റൗണ്ട് അത് തിരുത്തി കുറിക്കോ? ഓഡിയൻസ് എന്താ തോന്നണേ? തങ്കുവിന്റെ ടീമിനെ ആയിരിക്കും ജയിക്കുക അതോ നമ്മുടെ സുമയുടെ ടീം ആയിരിക്കോ? ഞങ്ങളുടെ ടീം സുമയുടെ ടീം നമ്മ അങ്ങനെ ഉറക്കെ പറഞ്ഞോണ്ടിരിക്കുക. ഒരിക്കലും ജയിക്കൂല. നോക്കാം നമുക്ക്. കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അനു ആടി. അനു 2 കൈ കൊണ്ടും ഒറ്റ കൈ കൊണ്ട് അടിച്ചിട്ട് കാര്യമില്ല. അച്ചാരം പിച്ചാരം അടിക്ക്. അടി കൊണ്ട പൊട്ടിയിരിക്കണം. കാണിക്കണത് തലോടണം. ചറപറാടി. ചറപറാടി. അനുവിന്റെ ചറപറ വീഴ്ച. ഇപ്പൊ മൂക്ക് ചളിഞ്ഞിട്ട് ജപ്പാനീസ് പോലെ തന്നെ ആയിപ്പോയി. പിച്ചാരടിക്ക്. ഇയാളെയും തിട്ടി കാണിക്കണ. വെരി ഗുഡ്. എന്താ അവിടെ പരിപാടി? അടിച്ചോ അടിച്ചോ. അയ്യോ അമ്മച്ചേ. അടിച്ചോ. തീർന്നു. നീ തീർന്നടാ. തങ്കച്ചനെ അന്തസ്സായി തോപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം അനു. മോളെ അല്ല ഇത് വെക്കാതെ തന്നെ കണ്ണ് കാണല്ലോ. ഇതും കൂടി വെച്ചിട്ട് എങ്ങനെ തല്ലി തകർക്കും? കണ്ടോ ഞാൻ എത്ര പൊട്ടിച്ചു? കണ്ടോ പെണ്ണിന്റെ ചങ്കൂറ്റം കണ്ടോ മനുഷ്യ? മോളെ നീ പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത് എവിടെ വന്ന് സത്യമായിട്ട് നീ ഫ്ലോറിലെ കൊണ്ടാണേട്ട് എൻ്റെ അടുത്ത് തോറ്റു തരാൻ പറഞ്ഞില്ലേ? ചേട്ടാ പറഞ്ഞോ ചേട്ടാ, നീ പറഞ്ഞോ ഫ്ലോറിൽ നിന്ന് കള്ളം പറയരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് അപ്പൊ ഞാനത് ചെയ്തു. ഞാൻ അവളെ ജയിപ്പിച്ചു. ലക്ഷ്മി, ഞാന് എത്രയോ ഷോക്ക് ഞാൻ പോയിട്ടുണ്ട്. ഇത്രയും സാക്രിഫൈസ് ചെയ്യുന്ന മനസ്സുള്ള ഒരു വ്യക്തിയെ ഇതല്ലേ ഇതെന്താണ് ഇതിൽ സംഭവിച്ചെന്താണ്? അവിടെ ഒന്നും സംഭവിച്ചില്ല. സംഭവിച്ചത് മുഴുവൻ എവിടെയാ? തുടച്ച് പഠിച്ചെടുത്ത് ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ അനുവിന്റെ ടീമിലേക്കാണ് പോയിന്റ്സ് പോയിട്ടുള്ളത്. ദാറ്റ് മീൻസ് സുമ ആൻഡ് ടീം 1 പോയിന്റ് സ്കോർ ചെയ്തിരിക്കുകയാണ്. 1-1 ഇപ്പൊ പോയിന്റ് നിൽക്കുമ്പോൾ അടുത്തത് 2 പടക്കുതിരകൾ. ഈ ടീമിൽ നിന്ന് ഐഷു ആൻഡ് ഈ ടീമിൽ നിന്ന് ജസീല. ഫൈനൽ റൗണ്ടിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ തങ്കുവിന്റെ ടീമാണോ സുമിയുടെ ടീമാണോ ജയിക്കാന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അവരടിക്കില്ല. അടിപൊളി പടാ ചമാർ പടാർ. ഓക്കേ, കളിക്കുന്നതൊക്കെ ഓക്കെ. നമുക്ക് നാളെ ഫ്ലോർ വേണം. ഓക്കെ. കുട്ടി ജസീല അടിച്ചു പൊളിക്കടിയാവും.
അടി, ആ ജസീല അടിച്ചോ. ജസീല, രണ്ടെണ്ണം കൂടെ ഉള്ളൂ. അടിച്ചോ. യെസ് 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 യെസ്. രണ്ടെണ്ണം കൂടെ ഉള്ളൂ. അടിച്ചോ. അയ്യോ ജസീല, അടി. ജസീല, അടി, ജസീല. വാശിയേറിയ മത്സരം. ജസീല. പൊട്ട ഫ്രണ്ട് ആയിട്ട് വിടുവോ? ഐശ്വര്യ അടിക്കല്ലേ. അടി, 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 ബാക്ക്. അയ്യോ മതി അടിക്കല 1 മിനിറ്റ് വെള്ളം വേണോ? ജസീല ഓക്കെ അല്ലേ? റെഡി റെഡി സെറ്റ് റെഡി റോൾ. ജയസൂര്യ അടിക്ക്. രണ്ട് ടീമിലെയും പെൺകുട്ടികളാണ് ഈ ഒരു ഗെയിം കളിച്ചത്. റിയലി ഹാറ്റ്സ് ഓഫ്. ഭയങ്കര പ്രൗഡാണ് കേട്ടോ. കാരണം പന പോലെ വളർന്ന ചേട്ടന്മാരിവിടെ ഉണ്ടായിട്ടും അവരിതിൽ കയറാനായിട്ട് മുതിർന്നില്ല. കറക്റ്റ് അല്ലേ? കളിച്ചവരാണെങ്കിൽ തോറ്റും പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഗേൾസ് അല്ലെങ്കിൽ ആ ഒരു ഗേൾസിന്റെ ആ ഒരു പവറിനൊരു വലിയ കൈഡി. ഗുഡ് ജോബ് ഐഷു, ഗുഡ് ജോബ് ജസീല. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഒരു ഗെയിം നമ്മൾ ഇവിടെ നിർത്തുന്നില്ല. ഇപ്പൊ 2-1 നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ടൈ ബ്രേക്കറിനുള്ള ഒരു അവസരം കൂടെ നമ്മൾ കൊടുക്കുകയാണ്. ആൻഡ് ഈ ഗെയിം കളിക്കാൻ വേണ്ടി വരുന്നത് പെൺകുട്ടികളുടെ ഗേൾസ് പവറിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ ഈഗോ അടിച്ച് 2 ആൺപുലികൾ. അതാണ് ആൺകുട്ടികൾ തന്നെ ചെയ്യണം. നമുക്ക് വരും പറയാം അവര് പുലിയാണോ ആണാണോ അതോ പോത്താണോ എന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാണ്. കൗണ്ട് ഡൗൺ കൊടുക്കാം. ഗെറ്റ് റെഡി. ടീമേ റെഡി അല്ലേ? ജിഷ്ണേട്ടാ റെഡി അല്ലേ? കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ചേട്ടാ അടിച്ചോ. അടിക്കൂ. അടിച്ചോണ്ടിരുന്നോ? ആദ്യം സൂപ്പർ സൂപ്പർ. രണ്ടെണ്ണം പൊട്ടി. സൂപ്പർ, രണ്ടെണ്ണം പൊട്ടി. ഇനി 3എണ്ണം. പോട്ടെ, അടിച്ചോ. അവിടെ അവർ പൊട്ടിച്ചു കൊടുത്ത്. ജിഷ്ണ അവരെയാണോ അടിച്ചു പൊട്ടിച്ചത്? ജിഷ്ണ അയ്യോ ഓടിക്കോ. അടി 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 അടി. സൂപ്പർ സൂപ്പർ. ജിഷിൻ വിജയിച്ചിരിക്കുകയാണ്. വാട്ട് എ ഗെയിം. ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ടോട്ടൽ പോയിന്റ്സിൽ ലീഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സുമയുടെ ടീമാണ്. കാണാനല്ലേ
ബിനീഷ് ബാസ്റ്റിനെ കംപ്രഷൻ റൂമിൽ കൊണ്ടുപോയി കുറച്ച് വെള്ളം കുടിക്കും. കംഫർട്ട് സ്റ്റേഷൻ. ശരി ബിഗ് ബോസ്, ഓക്കെ, സോ ഗുഡ് ജോബ് ടീം നന്നായിട്ട് കളിച്ചു കേട്ടോ. നന്നായിട്ട് കളിച്ചളിയാ. ഹലോ, എവിടെയായിരുന്നു? ചേട്ടാ, ആ അംബിക ചേച്ചി, അവിടെ സുഖം തന്നെ? തന്നെ തന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓക്കെ, ഹലോ ഓഡിയൻസ്, ആ നിങ്ങൾക്കൊരു പായം തരണേന്ന് കേട്ടാ, കിടന്നുറങ്ങാൻ. എല്ലാരും നല്ല ഉറക്ക മൂഡിലിരിക്കുകയാണ്. ഒന്ന് കയ്യൊക്കെ അടിച്ച് കയറ്റി വിട്ടോട്, പാവപ്പെട്ടവന്മാർ രക്ഷപ്പെട്ടു പോട്ട്. ആ അങ്ങനെ അല്ലായിരുന്നു ഉറങ്ങിക്കളയല്ലേ. ഉറക്കം വരുമെന്ന് എനിക്കറിയാം. എല്ലാരും ഒന്ന് ചിരിച്ചു വിട്, പാവം. ആ വണ്ടി വിടറേ. ചേട്ടാ, ആ ആസ്ഥാന ഗായക പറയൂ. കിട്ടുണ്ണി ചേട്ടൻ എന്താ ടൈ ചെയ്യാത്തത്? ഇവിടെ പെൺപിള്ളേരൊക്കെ ഉള്ളതല്ലേ. 10 രൂപയുടെ ടൈ ഉണ്ട് ഗോദ്രേജിന്റെ, വേണോ? ഇല്ലടാ, നിന്നെ കാണുമ്പോ നാട്ടുകാരാണ് ഡൈ ചെയ്യാൻ പോകുന്നത്. ചേട്ടാ, കിട്ടുണ്ണി ചേട്ടാ, ആ ലിപ്സ്റ്റിക് ഇട്ടാണല്ലോ ഇന്നത്തെ വരവ്. അതെ അതെ, കുറച്ച് ലിഫ്റ്റ് കിട്ടണേ. പക്ഷേ ചെറുപ്പായിട്ടുണ്ട് അല്ലേ? അത് മാത്രമല്ല ചേച്ചി, കിട്ടുണ്ണി ചേട്ടാ, eyelash വെച്ചിരിക്കുന്നു. കിട്ടുണ്ണി ചേട്ടാ, ആ ലിഫ്റ്റിൽ കിട്ടുന്ന സ്റ്റിക്കാണ് ലിഫ്റ്റിക്ക്. ഞാൻ വല്ലതും പറഞ്ഞ ആൾക്കാരിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കിട്ടുണ്ണി ചേട്ടാ, പിന്നെ? അല്ല കണ്ണിൽ ഐലാഷസ് വെച്ചിരിക്കുന്നു. ഡ്രസ്സില്ലല്ലോ കുട്ടി ചേട്ടന്. കണ്ണിൽ പല ലാശം വരയ്ക്കും. നിനക്ക് വേണോ അപ്പി? കിട്ടുണ്ണി ചേട്ടാ, ആ ആ, കുറച്ച് താഴോ ഇല്ല 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 ഇല്ല. പ്ലീസ് പ്ലീസ്. നിന്റെ മുമ്പ് ഇത് ഞാൻ കിട്ടും. എന്റെ ഒരു ആഗ്രഹം പ്ലീസ് എന്തിനാണ് പ്ലീസ് ഒന്ന് പ്ലീസ്. എന്തിനാണ് എന്റെ ഒരു ആഗ്രഹം. വേണ്ട അപ്പി, നിന്നെ എനിക്ക് വേണ്ട ചേട്ടാ, വിശ്വാസമില്ല. വേണ്ട, നിക്കർ ഊരിക്കൊണ്ട് പോകാം. അതിലല്ല. ഈ പോകുന്ന വഴിയെല്ലാം ഇങ്ങനെ ഫാൻ കൊണ്ടു കിടന്നാൽ കറണ്ട് ബില്ല് കൂടൂലേ? ആ, അത് കുഴപ്പമില്ലടാ. നിന്നെ ഇവിടെ സഹിക്കയില്ലേ? അപ്പൊ പിന്നെ കറണ്ട് ബില്ല് കൂടിയെന്ന് പറഞ്ഞ് നിനക്ക് എന്തൊരു നഷ്ടമാടാ. കിട്ടുണ്ണി ചേട്ടാ, ഓ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് വീക്ക് ആവുന്നുണ്ട്. ജിമ്മിലൊക്കെ പോകണം, നല്ല ആഹാരമൊക്കെ കഴിക്കണം കേട്ടോ. ഓ ശരി അപ്പി, നിനക്ക് അതിൽ എന്നിൽ ശ്രദ്ധയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് അനുവിന്റെ കൂടെ ഇടയ്ക്ക് പ്രോഗ്രാമിന് പോകണം. ബോഡി എല്ലാം റെഡിയാവും. ഐശ്വര്യ, നിനക്ക് പറ്റിയ ഒരു പയ്യനെ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. കിട്ടുണ്ണി ചേട്ടാ എവിടെയുള്ള ചെറുക്കനാ? ഓ, കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്നു. ഐശ്വര്യക്ക് ഡിമാൻഡ് ഉണ്ട്. എന്താണ് ഡിമാൻഡ്? കാരണം തന്നെ ചെറുക്കൻ റെസ്ലിംഗിന് പോകണം, സുമോ ഗുസ്തി അറിഞ്ഞിരിക്കണം, ആ. പിന്നെ ജിമ്മനായിരിക്കണം. ആ, ബെഡ്റൂമിൽ പബ്ബാക്കാനുള്ള പരിപാടി ഉണ്ട്. ആരെ ഐശ്വര്യ? അതെ അതെ അതെ. അയ്യോ അനിയ, ഉയിരിപ്പേടിയുള്ള ആരും പെട്ടെന്ന് വന്ന് ചാടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് അലയേണ്ടി വരും. നാക്ക് കരുനാക്കാണോ? ആരെന്റെ? ആ. അല്ല, ഞാൻ പറയുന്നത് അച്ഛനായിരിക്കും. ചേട്ടാ, ആ, ഉഴുത്ത് തുടങ്ങി വേണം പോണേ നല്ലത്. ഇല്ല 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 ഇല്ല. കിട്ടുണ്ണി ചേട്ടാ, എപ്പിസോഡ് വിടണമെങ്കിൽ ഇതെങ്കിലും വേണം. അതാ. ഇത്രയും നേരം വെറുതെ കീരവിത്തം പറഞ്ഞോണ്ടിരിക്കല്ലേ. പിള്ളേരെങ്കിലും ഇത് കണ്ടിട്ടെങ്കിലും വന്ന് TV വയ്ക്കട്ടാ. ഒരു നല്ലൊരു കോമഡി പറയാം. ആ പറഞ്ഞോ. നമ്മുടെ ഐശ്വര്യല്ലേ, ആ, ഐശ്വര്യയുടെ ചെറുക്കൻ നല്ല സ്ട്രോങ് ആവണമെന്നാണ് അവളുടെ താല്പര്യം. അപ്പൊ നീല സ്ട്രോങ്ങിനെ കൊണ്ട് കെട്ടിക്കെന്ന് പറയാനാണ്. ഞാൻ എടുക്കാതെ കളഞ്ഞ സാധനം നീ പൊക്കിയെടുത്തോണ്ട് വന്നത്. ഫ്രഷ് അപ്പോ ജയിച്ച ടീമിനുള്ള ഗിഫ്റ്റ് എന്താ? ആ, ഗിഫ്റ്റ് കൊണ്ടുവരാം. വരൂ വരൂ വരൂ, വരൂ. വരൂ, പതുക്കെ, വരൂ. പതുക്കെ. എന്നെ തുടരുതേ. ഇല്ല, 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 ഇല്ല. തൊടാതെ എടുക്കൂ. എണ്ണ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കഴുകണ്ടേ? ആ എടുത്തോ, ആ എടുത്തോ. താങ്ക് യു. അന്തിക്ലിയോ? എന്നെ ഇക്കളാക്കല്ലേ ലക്ഷ്മി. അറിയാതെ ബോഡി ടച്ച് ചെയ്തതാ, സോറി. ലക്ഷ്മിക്ക് എന്നിൽ ചെറിയൊരു നോട്ടമുണ്ടെന്ന് മനസ്സിലായി. എന്ത് കണ്ടിട്ട്? അതെ, കിട്ടുന്ന ചേട്ടൻ എപ്പോഴും ഇവിടെ വന്നിട്ട് പൊക്കത്തിലല്ലേ നിൽക്കുന്നത്, അതുകൊണ്ടാ. തന്നെ. ശരി, അപ്പോ കിട്ടുന്നേട്ടാ ബൈ ബൈ. ജയിച്ച ടീമിനുള്ള സമ്മാനം നോക്കട്ടെ. ആ, നോക്കിക്കോളൂ എങ്ങനെ ഉണ്ടെന്ന് പറയൂ. എങ്ങനെയുണ്ട്? ഇവൾക്ക് പറ്റിയ തന്നെ പുളിയും ഗുരു. ആ, പുളിങ്കുരു. വീട്ടിൽ ഇരുന്ന് വറുത്ത് തിന്നോണ്ടിരിക്കുക. ശരിക്കും കുറച്ചും കൂടെ പ്രതീക്ഷ കേട്ടോ എല്ലാരും. അല്ലല്ല, നിങ്ങൾക്ക് ഇത് മാത്രമേ നിങ്ങൾ അർഹിക്കുന്നുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ Okay, യുവർ വാല്യുബിൾ പുളുങ്കുരു ഗിഫ്റ്റ്. ആ ഈ മോളിൽ നിന്ന് നോക്കുമ്പോ നിന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ലടാ. അല്ല മോൾ താഴെ നോക്കിയാലും ശരിയാട്ടാ. ആ, അതെ 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 അതെ. അപ്പൊ കിട്ടുന്ന ചേട്ടന്റെ താഴെ നോക്കുമ്പോഴേ ഒന്നുമില്ല. ആ, ഓക്കെ. അതുപോലെ തന്നെ ഈ പുളുങ്കുരുന്നേ ആ. ഒന്ന് മാറി ലെവലപ്പായി അപ്ഡേറ്റഡ് ആയി കുറച്ച് ചക്കക്കുരുവെങ്കിലും കൊണ്ടുവരണം. ഇല്ല ഇല്ല ഇല്ല, ചക്കക്കുരു നിങ്ങൾക്ക് തരില്ല. അല്ലെങ്കിൽ തന്നെ ഇവിടെ നിൽക്കാൻ വയ്യ. ഈ ചക്കക്കുരു കൂടെ തന്നിട്ട് വേണം ഞാൻ പോണേ. കിട്ടുണ്ണി ചേട്ടാ ബൈ, ഗുഡ് ബോഡിയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ബൈ. പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തോളൂ, കാരണം ഇത്രയും മനോഹരമായിട്ട് ചാട്ട ചാട്ട ചേച്ചി ചാട്ട കാണാം. അത് ചാട്ടയില്ല, ചാട്ടയില്ല ഇത് ഇല്ല. ചാട്ടം വേണ്ട. അതെന്ത് പിന്നെ എപ്പിസോഡിന്റെ വൈൻഡപ്പ് ചെയ്യോ. ലക്ഷം കൂടി ഇങ്ങനെ ആയ സ്ഥിതിക്ക് ഇനി അങ്ങനെ ഒരു വേണോ? എപ്പിസോഡിൽ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ചേച്ചി. ആ ചാട്ട ആ ചാട്ടം ഞാൻ അവളെ ചാട്ടം ഒന്ന് കുറച്ച് വരാം. ആ ചേട്ടാ, കനലിലേക്ക് എന്താ അവളെ ചേട്ടൻ വരണോ? എവിടെയാണ്? ചേട്ടൻ വരണോ?
ചേട്ടൻ്റെ അഹങ്കാരമൊക്കെ ഇന്നത്തോടെ ഞാൻ തീർത്തു തരാം. ഇവിടെ നിന്നോണേ. അതെന്തിനാ അത്? ഞാനല്ലേ ഇപ്പൊ ജയിച്ചത്, ചേട്ടൻ തോറ്റു നിൽക്കുന്നേല്ലേ? തോറ്റാലും ചത്ത് കിടഞ്ഞ ചമഞ്ഞ് കിടക്കണം. നിന്റെ ലക്ഷ്യം ഇവിടെ ഇല്ലേ? അവിടെ അടിച്ചോളൂ. കണ്ണിലല്ലോ. അതൊക്കെ അതിലില്ല. എന്റെ അടുത്ത് അങ്ങനെയല്ല, ഷോ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത് ജയിച്ചു കഴിഞ്ഞ് നമുക്ക് ഇവിടെ എന്തു ആവാന്നാണ്. അനു കൂടുതൽ സംസാരിച്ചാൽ അടി കൊടുക്കാതെ തിരിച്ചു ജയിച്ചു കഴിഞ്ഞാൽ നീ ഇവിടെ തറ ഉടയ്ക്കോ? ഒരു കുസൃതി ചോദ്യം. ആ ചോദിച്ചോളൂ. തെങ്ങുകൾ ആടുന്നത് എന്തുകൊണ്ട്? തെങ്ങിൽ കള്ള് ഉള്ളത് കൊണ്ട്. അവളത് പറഞ്ഞു കൊടുത്തതാ ചേച്ചി. എനിക്ക് മനസ്സിലായി. അവൾക്ക് ചോദിക്കുമ്പോ ഉത്തരം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇരിക്കുന്നത്. അതെ ചോദിച്ച കുഴപ്പമില്ല ബാ. അതെ അത് മാറ്റ്. ആ കുത്തിയിട്ടേക്ക് മാറ്റ്. ചേട്ടന്റെ കഴിവൊന്ന് കാണട്ടെ. എന്റെ കഴിവാണ് കമ്പനി തന്നേക്കുന്നത്. ഇനി അങ്ങനെ 8 പേര് കിടന്ന് ഉറങ്ങിയായിരുന്നു. അതില് 7 പേരെ കൊതു കടിച്ചു, ഒരാളെ മാത്രം കൊതു കടിച്ചില്ല. എന്തുകൊണ്ട്? പുള്ളി ഗുഡ് നൈറ്റ് പറഞ്ഞു. ഗൂഗിളിൽ നോക്കിട്ടേ ഇങ്ങനെ കുസൃതി ചോദ്യം അടിച്ചു കൊടുത്തു. അപ്പൊ ഈ ചോദ്യം വന്നു, ഉത്തരം അതിൽ കൊടുത്തിട്ടില്ല. ഇവിടെ മൊത്തം എല്ലാവരുടെ അടുത്തും ചോദിച്ചു കിടക്കുകയായിരുന്നു. ആൻസർ അറിയോ? ഇനി എന്തെങ്കിലും ചോദിക്കാട്ടോ? 2 ചോദ്യം പുള്ളി ഉത്തരം പറഞ്ഞില്ലേ? ഇനി പുള്ളിക്ക് കിട്ടാത്തൊരു ചോദ്യം. ആദ്യം ഈ ഒരു അടി കൊടുത്തിട്ട് ചോദിക്കാം. ഇവിടെ നിന്നേ, പലപ്പോഴും കിട്ടുന്ന ഒരു അടിയാ. ആ കണ്ണട ഊരിക്കോട്ടെ, ചീറ്റിപ്പോ. ഞാൻ പറഞ്ഞില്ലേ ജിജി, മനസ്സിലായ? ചീറ്റിപ്പോയി. അപ്പൊ ഇതിന് ഒരു കാര്യം ചെയ്യ്, എനിക്ക് തിരിച്ചടിക്കാലോ. ഈ ചോദ്യത്തിന് ഉത്തരം ചേട്ടൻ പറഞ്ഞു തന്നാ ചേട്ടൻ തിരിച്ച് തന്നെ അടിക്കാം. എന്താണ് മാറ്റ്. അത് മാറ്റി നോക്കൂ. അവൾ അത്ര പറഞ്ഞല്ലേ. ഇവിടെ നിന്ന് അത് മാറ്റി. കേൾക്കണം, എനിക്ക് കേൾക്കുന്നു. വലിക്കുമ്പോൾ വലുതാവുന്ന റബ്ബർ, വലിക്കുമ്പോൾ ചെറുതാകുന്ന എന്താ? സിഗരറ്റ്. ഞാൻ ശബ്ദം കേട്ട് ഞാൻ ഒന്നും തന്നെ പറഞ്ഞു കൊടുത്തിട്ടില്ല. നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീണതാണ് കുട്ടി. അടി കൊടുക്കാൻ പോയിട്ട് അടി മേടിച്ച് വന്നിരിക്കുക നിങ്ങളുടെ പുന്നാര മോൾ ടീം. അതെ, ചാൻസ് റാണി വന്നിട്ടുണ്ട്. ടീമേ സുഖാണോ? അതെ, ഒരു കാറില് അടുത്ത ആള് ഈ മണ്ട പോയ ആൾക്കാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്തെടുത്താണോ? ഉത്തരം പറഞ്ഞ 5 അടി അടിച്ചോ? ഉത്തരം പറഞ്ഞാൽ 5 അടിയാ? ആരുത്തരം പറഞ്ഞാൽ? ഈ ഉത്തരം പറഞ്ഞ ചോദ്യം. ശരി, ഓക്കെ. ഇഞ്ചിനിയറില്ല? ഇല്ല. കാറില് ഒരു കാറില് ഡ്രൈവറുണ്ട്, കുട്ടിയുണ്ട്. ഡ്രൈവറുണ്ട്, കുട്ടിയുണ്ട്. ഡ്രൈവറിന്റെ മകനാണ് കുട്ടി. ഡ്രൈവറുടെ മകനാണ് കുട്ടി. പക്ഷേ ഡ്രൈവറിന്റെ അച്ഛനല്ല കുട്ടി. ഡ്രൈവറുടെ അച്ഛനല്ല, കുട്ടിയുടെ അച്ഛനല്ല ഡ്രൈവർ. കുട്ടിയുടെ അച്ഛനല്ല ഡ്രൈവർ. അപ്പൊ ഡ്രൈവറുടെ ആരാണ് ഈ കുട്ടി? അതല്ല ചോദ്യം. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ പുള്ളി ചോദിക്കാൻ വേണ്ടി മറന്നുപോയി. ചോദ്യം ഞാനിപ്പോ പഠിപ്പിച്ചു കൊടുത്തതാ. ഇപ്പൊ എന്നോട് തന്നെ ചോദിച്ചതാ. അല്ല, ടീമിന് ചോദ്യം ഞാനല്ലേ ചോദിച്ച. ഇപ്പൊ ടീം ചോദ്യം. ഡ്രൈവറുണ്ട്, ഒരു കുട്ടിയുണ്ട്. ശരി, ഡ്രൈവറിന്റെ മകനാണ് കുട്ടി. ബാക്കി പറ. പക്ഷേ ഡ്രൈവറിന്റെ അച്ഛനല്ല കുട്ടി. ഡ്രൈവറുടെ അച്ഛനല്ല, കുട്ടിയുടെ അച്ഛനല്ല ഡ്രൈവർ. കുട്ടിയുടെ അച്ഛനല്ല ഡ്രൈവർ. ഡ്രൈവറുടെ ആരാണ് കുട്ടി? പറ കുട്ടിയുടെ. ഞാനല്ലേ ചോദ്യം ചോദിച്ചത്. അച്ഛനില്ലാത്ത കുട്ടിയായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. സാധാരണ ഒരാൾക്ക് ഉത്തരവാണ് മുട്ടണത്, ഇത് ചോദ്യം മുട്ടി നിൽക്കുന്ന. ഒരു കാറിൽ ഡ്രൈവറുണ്ട്, ഒരു കുട്ടിയുണ്ട്. ഡ്രൈവറിന്റെ മകനാണ് കുട്ടി. പക്ഷേ ഒന്ന് പറഞ്ഞു കൊടുത്തേടി. ഡ്രൈവറുടെ മകനാണ് കുട്ടി, കുട്ടിയുടെ അച്ഛനല്ല ഡ്രൈവർ. ഡ്രൈവറുടെ ആരാണ് കുട്ടി? എനിക്ക് വല്ലവരുടെ അവിഹിതം കണ്ടുപിടിക്കാനല്ല ജോലി. ഉത്തരം മുട്ടിപ്പോയല്ലേ? ഒരു കാരണത്ത് അങ്ങനെ എന്തെല്ലാം സംഭവിക്കും? നമ്മൾ ഞാൻ പറഞ്ഞോട്ടെ. വേണമെന്നില്ല, ചോദ്യം അറിയാത്ത ചോദ്യം പഠിക്കൂ. ഡ്രൈവറിന്റെ അല്ല, കുട്ടിയുടെ എല്ലാം പോയി. കുട്ടിയുടെ അമ്മയാണ് ഡ്രൈവർ. കുട്ടിയല്ല, നിനക്ക് വട്ട്. അതുകൊണ്ട് അച്ഛനല്ല ഡ്രൈവർ. ടീമിന് 3 അടി. കറണ്ട് പാഴിക്കളഞ്ഞതിന് ടീമിന് 3 അടി. പറഞ്ഞില്ല. ഒരു മിനിറ്റ്, ശരിക്കും 3 അടി ഉണ്ടായിരുന്നുള്ളൂ. 5 വർഷമായിട്ട് ചാടരുതെന്ന് പറയുന്നുണ്ട്. ഒരു അടിയും കൂടെ എക്സ്ട്രാ. ടോട്ടൽ 4 അടി. ചാട്ടിക്കള. വണ്ടിയിൽ ഒരു ഡ്രൈവർ, ഒരു കുട്ടി. ആ ഡ്രൈവറിന്റെ കുട്ടിയാണ്, മകനാണ് കുട്ടി എന്ന് പറഞ്ഞു. പക്ഷേ അച്ഛനല്ല എന്ന് പറയാൻ കാരണം ഡ്രൈവർ ആണോ പെണ്ണോ എന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ലേഡി ഡ്രൈവറാണ്.
അതുകൊണ്ടാണ് അച്ഛനല്ല എന്ന് പറഞ്ഞു. ചേച്ചിക്ക് നല്ലൊരു കൈ കൊടുക്കാം. ചോദ്യം മനസ്സിലായില്ല. കണ്ട് പഠിക്കൂ. ഞാൻ ഈ എപ്പിസോഡ് എടുത്തിട്ട് ഞാൻ പഠിക്കൂ ഈ ചോദ്യം. അയ്യോ ചേച്ചി ശരണയുടെ ആദ്യത്തെ അടിയത്. ആദ്യത്തെ അടി പാഴാക്കരുതാണ് എന്റെ ഒരു റെഡി 1 2 3 ഗോ. വൗ. കഴിഞ്ഞിട്ട് പോവുകയാണ്. ഇനി അടുത്ത ആരോ ഇവിടെ അടിക്കാനുള്ള കല്യാണം അടുത്തുണ്ടാവാൻ പോകുന്ന കുട്ടിയാണ് കേട്ടോ. നോക്കി കണ്ടൊക്കെ. എനിക്ക് ചേച്ചി ഈ അടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ 2 പീസായിട്ട് അപ്പുറം ഇപ്പുറം കിടക്കുമെന്ന് എനിക്ക് അറിയാം. ഇനി അങ്ങനെ പറയല്ലേ, എന്താ ഞാൻ നിന്റെ പീസ് കാണാൻ അങ്ങോട്ട് കൊണ്ടും വരും. കെട്ടാൻ പോകുന്നതിന് വേണ്ടി അവന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. 1 2 3 ഗോ. ചെവി നുള്ളിക്കോ. എന്തിനാ? തുള്ളിയേ കരയല്ലേ? വാ കരയല്ലേ? നല്ല കോസ്റ്റ്യൂം. അമ്മ ഇവിടെ ഇരിക്കുന്നു. എൻ്റെ മകൻ സ്ത്രീകളെ തല്ലുന്ന ഒരു മകനാണെന്ന് ഒരു ഇമേജ് വരുത്തരുത്. കളഞ്ഞ് മനസ്സിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. എന്നെ ആദ്യം ഈ തല്ലിയല്ലോ അമൃതല. അപ്പൊ അമ്മയായിരിക്കുമല്ലേ ഈ പെണ്ണുങ്ങളുടെ തല്ലും മേടിച്ചെടുക്കാന്ന്. അല്ല അങ്ങനെയല്ല, അമ്മ ചിലപ്പോ ഇവന് 2 വേണമായിരുന്നു. അനുകുട്ടി പറഞ്ഞു അതൊന്നും നോക്കണ്ട, കൊടുത്തോളാൻ പറഞ്ഞു. ഇവിടെ ഉള്ളത് പറയ്. റെഗുലേഷൻ സ്റ്റേഷനിൽ നിന്ന് ആള് വരേണ്ടി വരും ഇത് പറയണമെങ്കിൽ. റൂൾസ് ഒക്കെ ഉണ്ട് ഇവിടെ. അല്ല ഇല്ല, യവന് കോള് വരാൻ സമയമായി, ഫോൺ വരാൻ സമയമായി. രാജമൗലി. 1 2 3. അമ്മച്ചി ഒന്നും വിചാരിക്കണ്ട. ഒറ്റ അടിയിൽ അവന്റെ കൂളിംഗ് ഗ്ലാസ് തെറിച്ചു പോയി. താങ്ക് യു. അവിടെ കിടക്കുന്നു കുണ്ടുകുണ്ട തക്കട് തരികിട 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 മാക്കട് താക്കുന്നു കുണ്ടു കുണ്ടുകുണ്ട തരികിട മാക്കട് താക്കുന്നു കുണ്ടു കുണ്ടു കുണ്ടുകുണ്ട തരികിട മാക്കട് താക്കുന്നു കുണ്ടു 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 കുണ്ടുകുണ്ട. ഹലോ പ്രണവ് മോഹൻലാൽ. ഹലോ ധ്യാൻ ശ്രീനിവാസൻ. ഹലോ പ്രണവ്. ഹലോ ധ്യാൻ. ഹലോ പ്രണവ്. ഹലോ ധ്യാൻ ശ്രീനിവാസൻ. ഹലോ പ്രണവ്. എന്താ ഒരു കളിയാക്കണ കണക്ക് പ്രണവേന്ന് വിളിച്ചിട്ട് നിനക്ക് ഒരു കളിയാക്കൽ പോലെ നീ ഫീൽ ചെയ്യാം. കളിയാക്കിയതല്ലോ. അല്ല നീ എന്നെ കണ്ടു നിനക്ക് ഒത്തില്ലേ? അല്ല നിന്നെ ഹെൽപ്പ് ചെയ്താണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാവണ്ടേ നീ പ്രണവാണെന്ന്. അതൊക്കെ പോട്ടെ. എങ്ങനെയുണ്ട് എൻ്റെ പ്രണവ് മോഹൻലാൽ? അതായത് എൻ്റെ അപ്പു എങ്ങനെയുണ്ട്? അപ്പ് ഒരപ്പ് കൊള്ളാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഒരു ഫിഗർ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ 100% നീതി പുലർത്തുക. അത് മാത്രമല്ല അത് ആ ഫിഗറിനോട് നമ്മൾ എന്താ പറയുക, ഇഴുകിച്ചേരുക. അതിൽ വെള്ളം ചേർക്കരുത്. കുറച്ച് വെള്ളം ചേർക്കാല്ലേ? ചേർക്കല്ലേ? കുറച്ച് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. പണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. പണ്ട് എൻ്റെ അച്ഛനും പറഞ്ഞിട്ട് വെള്ളം ചേർക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. അത് പോട്ടെ. എങ്ങനെയുണ്ട് എൻ്റെ തേൻ? തേനാ? അത് കാട്ടുതേനാണോ വൻതേനാണോ ചെറുതേനാണോ? അല്ല, ഞാൻ ആദ്യമായിട്ടാണ് ചുവന്ന ഷർട്ടും കറുത്ത പേറ്റ് വിട്ട തേന കാണുന്നത്. നീ ഒരു കുപ്പിക്കകത്ത് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുവരുന്നത് വിൽക്കാം. ആ തേനല്ല. നല്ല തേൻ. ഞാൻ നക്കട്ടാണ്. ആ തേനല്ല. ധ്യാൻ ശ്രീനിവാസൻ അടിക്ക് പിടിച്ചു പോയി. ഇവിടെ വെള്ളം ഒഴിച്ച് ഇളക്കണം വരുന്നു. ഇത് അടിക്ക് പിടിച്ചു പോയി. കുഴപ്പമില്ല, നമുക്ക് മറ്റേ ചട്ടുപോട്ട് കിരണ്ടി എടുക്കാം. എടാ ധ്യാൻ ശ്രീനിവാസ. പ്രണവേ. എടാ ധ്യാനേ. എടാ പ്രണവേ. എടാ ധ്യാൻ ശ്രീനിവാസ. പ്രണവേ. എടാ ധ്യാനേ. പ്രണവേ. അല്ല എന്തോ ഒരു ചെറിയ വിശ്വാസം ഇല്ലാതെ പോലെ. ആരാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. അല്ല, ഈ സ്കിറ്റ് ഇടയ്ക്ക് കാണുന്ന പ്രേക്ഷകരെ ചിലപ്പോ നമ്മളെ കാണുമ്പോഴേ കമുകറ പുരുഷോത്തമനും SP പിള്ളേ നിൽക്കണമെന്ന് വിചാരിക്കും. അപ്പൊ അത് ഒന്നുകൂടെ ബെൻഷൻ ചെയ്ത് റെഡിയാക്കിയത്. അപ്പോൾ ഇതാണെന്ന് നമ്മൾ അറിയിച്ചു കൊടുക്കണം. അങ്ങനെ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പുള്ള കൗണ്ടർ അടിക്കരുത്. പ്രശാന്ത് എന്തെങ്കിലും സാധനം വേണം. പിന്നെ ഞാൻ ഈ ഗസലിൽ അസാധ്യ പ്രാവീണ്യം ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെടും. അല്ല, ഞാൻ കേട്ടിട്ടുള്ള നീ ഗസലല്ല പ്രാവീണ്യം. പിന്നെ നീ ബസ്സിലാണ്. അത് കോളേജ് ബസ്, തിരക്കുള്ള കോളേജ് ബസ്സിന്റെ ഫുട്ബോളിലാണ് നിന്റെ പ്രാവീണ്യം കൂടുതൽ. ഒരു കിളി ഈ സൈഡിലുള്ള നിന്റെ ഗസൽ അടിച്ച് പൊട്ടിച്ചാ ഇല്ല? നീ അത് കൂടുതൽ ശ്രദ്ധിക്കട്ടെ. അല്ല അത് പോട്ടെ. നീ ഗസലിലാണല്ലോ നിന്റെ പ്രാവീണ്യം. പക്ഷേ എന്റെ എഴുത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താ എഴുത്ത്? എന്റെ എഴുത്തിനെ കുറിച്ച്. ഞാൻ എഴുത്തുകാരനാണല്ലോ. അപ്പൊ എന്റെ എഴുത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിന്റെ എഴുത്തിനെ പറ്റി ഞാനല്ല പറയാനുള്ളത്.
നിന്റെ എഴുത്തിനെ പറ്റി കേന്ദ്ര ഗവൺമെന്റ് സംസാരിക്കണം. എന്റെ എഴുത്തിനെ പറ്റിയോ? പിന്നെ ഇവന്റെ എഴുത്ത് ഇവിടെ നിന്റെ എഴുത്തെന്ന് പറഞ്ഞാൽ നാഷണൽ ലെവലിലാണ് അവന്റെ എഴുത്ത്. എടാ, അതായത് ഇന്ത്യൻ റെയിൽവേ വേണം നിന്റെ എഴുത്തിനെ പറ്റി പറയാൻ. എന്റെ എഴുത്തിനെ പറ്റിയോ? ഈ ട്രെയിനിന്റെ ബാത്റൂമിലൊക്കെ എങ്ങനെയാ ഇങ്ങനെ എഴുതി വെക്കുന്നത്? എടാ, ഒരു ദിവസം കണ്ട് കണ്ണ് വായിച്ചെന്റെ കണ്ണ് പൊളിച്ചു പോയി. നീ പടം വരയ്ക്കുമല്ലടാ. ഈ കുലുങ്ങുന്ന ട്രെയിൻ ഇങ്ങനെ എത്ര കൃത്യമായിട്ടിരുന്നു അല്ല, അതിനെ പറ്റി ഇവിടെ പറയണ്ട. നമ്മളെ കഴിവ് വെച്ചേ ഒരു കാര്യം 1 2 3 മനസ്സിലായ അതങ്ങനെയാണ്. ഞാൻ കാര്യം പറയാം, നമ്മളെ കഴിവ് വെച്ച് നമ്മൾ ഇവിടെ നിൽക്കേണ്ടവരല്ല. ഞാൻ പറയാനിരിക്കായിരുന്നു, നമ്മളെ കഴിവ് വെച്ച് നമ്മൾ ഇവിടെ നിൽക്കേണ്ടല്ല. പിന്നെ അങ്ങോട്ട് മാറിയെന്നല്ലോ. എടാ ധ്യാൻ ശ്രീനിവാസ, പ്രണവേ 1 2 3 ഞാനൊരു കാര്യം പറയട്ടെ. നീ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ കഴിവ് വെച്ച് നോക്കാമെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കേണ്ടവരല്ലെന്ന്. പിന്നെ നമുക്കൊരു കാര്യം ചെയ്തല്ല, എല്ലാ സിനിമാക്കാരും പോയിട്ടുള്ള ഒരു സ്ഥലമുണ്ടല്ലോ, നമുക്ക് അവിടെ പോയാലോ? എവിടെ? അവിടെ പോയാലോ? എവിടെയെന്ന് പറ. എല്ലാരും പോയി രക്ഷപ്പെട്ടിട്ടുള്ള സ്ഥലം. ഗൾഫിലാ? ഗൾഫല്ല, മസ്കറ്റിലൊന്നും ശമ്പളം ഇല്ല, അങ്ങോട്ട് പോകണ്ട. അല്ലേ, എല്ലാ സിനിമാ താരങ്ങളും പോയി പൈപ്പ് വെള്ളം കുടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലം പൈപ്പ് വെള്ളം ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനോട് എല്ലായിടത്തും പൈപ്പ് വെള്ളം. എല്ലാ സിനിമാ താരങ്ങളും കൂടെ ഒരുമിച്ച് വന്നിരിക്കും. അത് അമ്മേരെ മീറ്റിങ്ങിന് നമുക്ക് അടുത്ത വർഷം പോവാം. ഒന്ന് ഇടവേള പോകണ്ട് സോപ്പ് ഇട്ട് പോട്ടെ. അതല്ലേ ഞാൻ പറഞ്ഞുതരാം. അയ്യോ, എല്ലാ സിനിമാ താരങ്ങളും കൂടെ ഒരുമിച്ച് പോയി പൈപ്പ് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. എല്ലാ സിനിമാരും കൂടെ ഒരുമിച്ച് വരും. അതെവിടെടാ സ്ഥലം? പറ നീ. തമിഴ്നാട്ടിലൊരു സ്ഥലം. സ്ഥലം എവിടെയെന്ന് പറ. ഞാൻ പറഞ്ഞുതരാം. അയ്യോ, തമിഴ്നാട്ടിലൊരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ഇന്റർവ്യൂവിൽ, പഴയ ആൾക്കാർ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അവിടെ പോയി പൈപ്പ് വെള്ളം കുടിച്ചാണ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറയും തമിഴ്നാട്ടിലുള്ള സ്ഥലം. അയ്യോ അതിന്റെ എന്റെ നാക്കിന് തുമ്പത്ത് വന്നിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ഭക്ഷണം കഴിച്ച ഉടനെ വരും. അയ്യേ, അങ്ങനെ സ്ഥലത്തിന് പേര് ഇടൂല. അല്ലടാ, ഭക്ഷണം കഴിച്ചാലേ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ തോർത്തൊക്കെ ഇങ്ങനെ കൈയൊക്കെ തുടച്ചിട്ട് ഉടനെ വരും. അത് അങ്ങനെയല്ല, ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും വരും. എന്താണ് അങ്ങനെയല്ല എന്റെ പേര്. അതല്ലടേ, ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ വരുമല്ല. ഞാൻ പറഞ്ഞുതരാം. ഒരു സിനിമാക്കാരന്മാർ എല്ലാവരും കൂടെ ഒന്ന് പൈപ്പ് വെള്ളം കുടിച്ച് സിനിമാക്കാർക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും വരും. അതല്ലടേ, കയ്യൊക്കെ കഴിയിട്ട് വരുമ്പോ ഇങ്ങനെ വരും. ഇങ്ങനെ ഗ്യാസ് പറ്റി ബന്ധപ്പെട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ വരും. ഞാൻ നാക്കിന് തുമ്പത്തിരിക്കും. ഏമ്പക്കോ? കോടമ്പക്കം. നമുക്ക് അവിടെ പോയാലോ? കോടമ്പാക്കോ? നിനക്കറിയാ? എനിക്കറിഞ്ഞൂടാ. അപ്പൊ ഞാൻ കോടമ്പക്കത്ത് ചെന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ ഹിറ്റ് അടിക്കും. ആദ്യം നമുക്കൊരു ആമമാർക്ക് കൊതിരി മേടിച്ച് വെച്ച് കൊതു ചാവുമെന്ന് നോക്കാം. അതിൽ ചത്തില്ലെങ്കിൽ നമ്മൾ ഹിറ്റ് അടിച്ചാൽ പോരെ. അതിന് പ്രശ്നമാണ്. അത് ചത്തില്ലെങ്കിൽ ഹിറ്റ് അടിക്കാം. ആ ഹിറ്റല്ല, സിനിമയിൽ ഹിറ്റ് അടിക്കും. അത് മാത്രമല്ല, ഞാൻ ചെയ്യുന്ന സിനിമയല്ലേ, അപ്പോ ആ സിനിമയിൽ കൂട്ടുകാരനായ നിനക്ക് ഒരു അവസരം ഉണ്ടാവും. പിന്നെ ഞാൻ കൂട്ടുകാരനെ പറഞ്ഞ് നടക്കലെന്നുണ്ടേ. അപ്പൊ സിനിമയിൽ എന്റെ മ്യൂസിക്, ഞാൻ പാട്ട്, പടത്തിന്റെ ക്ലൈമാക്സിൽ 5 പാട്ട് നിനക്കുണ്ടാവും തന്നെ. അപ്പൊ ആ പാട്ടാണ് മെയിൻ ഈ പടത്തിൽ. പാട്ട് മെയിൻ ആയിട്ടല്ല, അതുവരെങ്കിലും പ്രേക്ഷകർ മനസ്സമാരത്തിൽ ഇത് കാണട്ടെ, ഇല്ലെങ്കിൽ അരോചകമായിരിക്കും. അല്ലല്ലേ? ധ്യാൻ ശ്രീനിവാസ, എടാ പ്രണവ് പോലേ കയറത്തുണ്ട്. പ്രണവേ, എടാ പ്രണവേ, കളിയാക്കി എപ്പോഴും ഇങ്ങനെ വിളിക്കണത്. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും നീ അത്ര വെക്കുന്ന കാക്ക ഞാൻ കുട്ടിച്ചാത്തന്ന് വിചാരിക്കും. ഇടയ്ക്കിടയ്ക്ക് അത് പറയണം. അങ്ങനെ വിചാരിക്കും. ഒരു കാര്യം ചെയ്യും, നമുക്കെങ്കിൽ നീ പറഞ്ഞ പോലെ നമുക്ക് കോടമ്പാക്കത്ത് പോയി രക്ഷപ്പെടാം. പോയാലോ? നമുക്ക് അങ്ങനെ പോയാലോ? പക്ഷെ ചൂടായോണ്ട് ഇപ്പൊ കോടമ്പാക്കത്ത് കോട കുറവാണ്, പാക്കം മാത്രമേ ഉള്ളതല്ലേ? ഉള്ള കോടയല്ല, അനുവിന്റെ വീട്ടിലെ കരിപ്പട്ടി സൈസ് കൊണ്ടുപോയില്ലേ? കോട കംപ്ലീറ്റ് ഇപ്പൊ അവിടെയാണല്ലേ? ആ കുഴപ്പമില്ല, അപ്പൊ ഉള്ള കോട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നീ ഒരു സാധനമൊക്കെ എടുത്തോട്ടോ. നമുക്ക് ഇപ്പൊ തന്നെ കോടമ്പാക്കത്ത് പോയി രക്ഷപ്പെടാം. ഇനി സിനിമയിൽ അഭിനയിച്ചില്ലല്ലോ, കോടമ്പാക്കത്ത് പോയി. കോടമ്പാക്കത്ത് പോയി 1 2 3 പ്രണവേ, പ്രണവേ, അയ്യോ പ്രണവ് പോലെ കൂടെ. പ്രണവിനെ കണ്ട പ്രണവേ, ക്ലൈമാക്സ് ആയി. പ്രണവേ, വിളിച്ചു വെച്ചേക്കാം. ക്ലൈമാക്സ് ആകുമ്പോ എപ്പോഴും എന്റെ പരിപാടിയില്ല. ഹലോ. ഹലോ, പ്രണവ് മകലല്ലേ? അതെ. അതെ, എവിടെ ഇരിക്കുന്നേ? ഞാനിപ്പോ ഹിമാലയത്തിൽ നിൽക്കുകയാണ്. ഞാൻ ഒരു പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഹിമാലയത്തിൽ പോകും. പിന്നെ ഇനി അടുത്ത പടം തുടങ്ങുമ്പോൾ 1 വർഷം കഴിഞ്ഞേ പിന്നെ എന്നെ കാണാൻ പറ്റും. എന്റെ പേര് പ്രണവ് മോഹൻലാൽ എന്നാണ്. അയ്യോ അതെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? നിന്റെ പേരെന്തിനാണ്? എന്റെ പേര് ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ. അപ്പൊ നീ ഇത്രയും നേരം അവിടെ നിന്ന് കാണിച്ചില്ലേ? ഇതിന്റെ പ്രാക്ക് മാറാൻ വേണ്ടി ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം ചെയ്യടാ. ധ്യാനേ. ഏതായാലും എന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ എന്റെ ഡ്യൂട്ടി ആയിപ്പോയല്ലേ, ഞാൻ തന്നെ അതങ്ങ് ചെയ്യാം. 1 2 3. മോനെ 3 വരെ ഞാൻ എണ്ണും.
അതിനുള്ളോടത്ത് പോക്കോളൂ. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അടിപൊളി അടിപൊളി അടിപൊളി. നല്ല നൈസ് പെർഫോമൻസ് ആയിരുന്നു. ഇത് എങ്ങനെ സാധിക്കുന്ന? അല്ല അത് അവര് പറയണം. അല്ല നമുക്ക് പറയാം, ആരുമില്ല പറയാം. നന്നായിരുന്നു. അത് എങ്ങനെയായിരുന്നു ആ കാറിന്റെ സ്ക്രിപ്റ്റ് തന്നെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അതായത് ആ സ്ക്രിപ്റ്റ് പെട്ടെന്ന് അനുവേട്ടൻ വന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞു അങ്ങനെ ഒരു സിനിമ പെട്ടെന്ന് വർഷം കഴിച്ച് ഇപ്പം റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു സാധനം പിടിച്ചത് നമ്മൾ ഫ്രഷ് ആണ്. വേറൊരു ചാനൽ വന്നിട്ടുണ്ട്. നമ്മളെ പറ്റി അഭിപ്രായം പറയാൻ നമുക്ക് ഒരു തന്നെ. നിങ്ങളുടെ ഈ പ്രണവ് മോഹൻലാൽ അടിപൊളിയായിരുന്നു. നിങ്ങളുടെ ധ്യാൻ ശ്രീനിവാസൻ അദ്ദേഹം നല്ലായിരുന്നു. സൂപ്പർ നന്നായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ നമ്മളെ പറ്റി അഭിപ്രായം പറയാൻ നമുക്ക് വേറെ ആരും സഹായം ആവശ്യം. നമുക്കല്ലേ പറയാം. അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ഹലോ പോടാ. ഡയറക്ടർ പറഞ്ഞേ 3 എണ്ണ മുമ്പ് ഇവിടുന്ന് പോയിക്കോളൂ. അത് അവരോട് പറഞ്ഞല്ലേ നമ്മൾ ഈ സ്കിറ്റ് ചെയ്യണ്ടായിരുന്നല്ലേ? അവൻ ഇങ്ങനെ 5 മിനിറ്റ് കൂടെ നിർത്തിയാൽ മതി. അതിങ്ങനെ ചിരിക്കാനുണ്ട്. അതെ, സ്കിറ്റ് അളിഞ്ഞതുകൊണ്ടാണ് ഇടയ്ക്ക് എന്റെ അച്ഛന്റെ പേരെടുത്തിട്ടത്. അത് മൂക്കാൻ വേണ്ടി. കാരണം ഈ വാറ്റിന് കോട ഇടുന്ന മൂക്കാൻ വേണ്ടി അച്ഛന്റെ പേട്ട മൂത്ത് വരും. മൂത്ത് തിളച്ച് അങ്ങ് മറിയാൻ വേണ്ടി അങ്ങനെ എടുത്തിട്ട്. നിങ്ങൾ എന്താ ഇവിടെ കാണിച്ചത്? അതൊന്നും മനസ്സിലായില്ല. അത് സ്കിറ്റാണ്. സ്കിറ്റായിരുന്നു. കുഴപ്പമില്ല, ഞങ്ങൾ സ്കിറ്റാ ചെയ്തത്. അല്ല എന്താണെങ്കിലും ന്യൂ ജനറേഷൻ കോമഡി കൊള്ളായിരുന്നു. അതാണ് നിനക്ക് വല്ലതും പറയണ്ട. ന്യൂ ജനറേഷൻ കോമഡി. അല്ല നിനക്ക് വല്ലതും പറയാനുണ്ടോ? എന്റെ എങ്ങാനും കേൾക്കാതിരിക്കാൻ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ടി വി കൂടെ മാത്രമേ നമ്മളെ അമ്മ കാണുന്നുള്ളൂ. നീ സ്വന്തം അമ്മയെ ഫ്രണ്ടിൽ കൊണ്ടിരിക്കാൻ ആ ഒരു ബോധം നിനക്ക് എപ്പോഴും വേണം. ഞാൻ അത് തന്നെ ആലോചിക്കണത്. നമ്മളെ വീട്ടുകാർ സാറ്റലൈറ്റ് വഴി ടി വി ചെല്ലുമ്പോഴാണ് നമ്മളെ കാണുന്നത്. എന്റെ അമ്മേനെ കൊണ്ട് സ്കിറ്റൊക്കെ കാണിക്കും. ലൈവായിട്ടാണ് കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലത് ചെയ്യായിരുന്നു. ഈ ദ്രോഹമൊന്നും ഒരിക്കലും കാണിക്കലേണ്ട. നിങ്ങൾ ഒരു കാര്യം തെറ്റിദ്ധരിക്കരുത്. ഈ കൈയടി നിങ്ങളുടെ സ്കിറ്റിനുള്ളതല്ല, എന്റെ ആ ഒരു എൻട്രിക്കുള്ളതായിരുന്നു. എന്തായാലും അത്ര വിൽക്കാൻ വന്ന ഒരു കാക്കയാണ്. ഓ സന്തോഷം. കുറച്ചുകൂടെ നേരത്തെ കയറി വരായിരുന്നു. ഒളിച്ചിരിക്കാതെ കയറി വരായിരുന്നു. ഇങ്ങനെ ധ്യാനം ഇങ്ങനെ അച്ചിട്ട് വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ദൈവം തന്നു. അതെ അല്ലെ, ഏത് ഫിഗറും ഡിറ്റോ. അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി ഇവരെ കൊണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഇത്ര കടന്നിട്ടും ഒരു ഫ്രഷ് കൗണ്ടർ പോലും പുതിയതായിട്ടില്ല. ഞാൻ എന്ത് പറയാ? ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ പറയരുത്, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനുള്ളതാണല്ലോ നിങ്ങൾ. എന്റെ ചേട്ടന്റെ കടയിൽ പോയിട്ട് ഒരു ക്രഷ് കുടിക്കും, ഫ്രഷ് കൗണ്ടർ വരും. ഈ അപായത്തിന് നമുക്ക് എന്ത് ചെയ്യണം? ഈ അപായത്തിന് ഇവൻ വഷളായി തന്നെ വളരണോടാ. എന്തായാലും പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കഴിഞ്ഞ 20 മിനിറ്റ് നമ്മുടെ പോയത് ഇവരുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇത് ശരിക്കും പ്രണവ് മോഹൻലാൽ ആണെന്നാണ് പുള്ളിയുടെ ഒരു ധ്യാൻ ശ്രീനിവാസനാണ്. ഈ പടത്തിൽ എങ്ങനെയാ പുട്ടൂർ മീസ് വന്നത്? ലക്ഷ്മി കൊല്ലണ്ട, വിട്ടേക്കാം. പക്ഷേ നൈസ് പ്രൂഫ്. വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള ഈ ഒരു സിനിമ, അതായത് അവരുടെ ആ ഒരു കൂട്ടുകെട്ടിന്റെ ആ ഒരു സിനിമ എത്ര പേര് കണ്ടു എന്നറിയില്ല. പക്ഷെ ആരും ഒരു ചാനലിലും ചെയ്യാത്തൊരു സംഗതി നിങ്ങൾ എടുക്കാനുള്ള ഒരു തന്റെ ഇടം നിങ്ങൾ എടുത്തല്ലോ. അതാണ് നല്ല കോസ്റ്റ് വന്നിട്ടുണ്ടാവില്ല. ഇല്ല, ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കൊണ്ടുപോകുന്നത്. കമന്റ് പറഞ്ഞ കൊച്ചു കയറ്റി വെക്കുന്ന സമയത്ത് കണ്ട. ഇവിടെ ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്ലാപ്പ് ചെയ്യരുത്. നിങ്ങൾ ഓടി രക്ഷപ്പെട്ടു. നമ്മൾ അടിച്ചോണ്ട് പോകും. നമ്മൾ ഇതിന്റെ അപ്പുറം 1, 2, 3 ഗോ. ഈ കോട്ടിട്ട് വന്നിട്ട് ഒന്നും ഒരു കാര്യമില്ല. പറയാനുള്ളത് എന്തായാലും ആ സമയത്ത് നമ്മൾ പറയണല്ലോ. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാറായി. കുറച്ച് വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ്.